നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനു നേരെ വെടിയുതിർത്ത ഭീകരരെ കണ്ടെത്താൻ വൻ തിരച്ചിൽ ആരംഭിച്ചു. ഞായറാഴ്ച വൈകുന്നേരമാണ് ഭീകരാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ 10 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഭീകരരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. റിയാസി ജില്ലയിൽ നിന്ന് ഭീകരർ രക്ഷപ്പെട്ടതായാണ് സൂചന. ബസ്സിനു നേരെ ഭീകരർ നടത്തിയ വെടിവയ്പിൽ 10 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബസിന്റെ ഡ്രൈവർക്ക് വെടിയേറ്റതിനാൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ഒരു തോട്ടിലേക്ക് മറിയുകയും ചെയ്തു. വൈകിട്ട് 6:10 സംഭവം നടന്നതെന്ന് പോലീസ് പറയുന്നു. ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ NIA സംഘം ജമ്മുവിൽ നിന്ന് റിയാസിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. തീവ്രവാദ വിരുദ്ധ ഏജൻസിയുടെ സൂപ്രണ്ട് ലെവൽ ഓഫീസർ സ്ഥലത്തെത്തും. ഫോറൻസിക് സംഘവും റിയാസിയിലേക്ക് പോകും. ആക്രമണത്തെ തുടർന്ന് വാഹനം മലയിടുക്കിലേക്ക് വീണിട്ടും ഭീകരർ ബസ്സിനു നേരെ വെടിയുതിർത്തതായി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പറഞ്ഞു. മലയിടുക്കിൽ വീണതിനു ശേഷവും 20 മിനിറ്റോളം ഭീകരരിൽ ഒരാൾ ബസ്സിനു നേരെ വെടിയുതിർത്തിരുന്നുവെന്നാണ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ട തീർത്ഥാടകർ UP സ്വദേശികളാണെന്ന് പോലീസ് അറിയിച്ചു. ഇവരെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടില്ല. വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ കൊല്ലപ്പെട്ട 4 പേർ മരിച്ചത് വെടിയേറ്റാണ്. ജമ്മുവിൽ നിന്ന് 140 കിലോമീറ്റർ അകലെ ശിവഘോരി ഗുഹക്ഷേത്രത്തിലേക്ക് പോയ തീർത്ഥാടകരുടെ ബസ്സിനെ ലക്ഷ്യമിട്ടാണ് ഭീകരർ നിറയൊഴിച്ചത്. ഇതോടെ നിയന്ത്രണം നഷ്ടമായ വാഹനം മലയിടുക്കിലേക്ക് മറിഞ്ഞ് 10 പേർ മരിക്കുകയായിരുന്നു. 32 പേർക്ക് പരുക്കുമേറ്റു. ആക്രമണത്തെ തുടർന്ന് ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണമെന്ന് റിയാസി SP മോഹിത് ശർമ്മ അറിയിച്ചു. താഴ്ചയിലേക്ക് വീണ ബസ് പൂർണ്ണമായും തകർന്നു. തീർത്ഥാടകരുടെ മൃതദേഹങ്ങൾ ഛിന്നഭിന്നമായ നിലയിലായിരുന്നു. സമീപ ജില്ലകളായ രജൌരിയെയും പൂഞ്ചിനെയും അപേക്ഷിച്ച് റിയാസിയിൽ ഭീകരരുടെ സാന്നിധ്യം കുറവായിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.